ചേട്ടാ, ഫ്രാൻസിൽ പഠിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ഫ്രാൻസിൽ പഠിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പല കുട്ടികളും ചോദിക്കാറുണ്ട്. ഏതൊരു രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോഴും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഫ്രാൻസ് കൺസിഡർ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. ഒന്നാമത്തേത്, IELTS ഇല്ലാതെ പഠിക്കാൻ അനുവദിക്കുന്ന കുട്ടികൾക്ക് 2 വർഷം സ്റ്റേ ബാക്ക് കൊടുക്കുന്ന 2 രാജ്യങ്ങളേ ഉള്ളൂ. അതിൽ കൊള്ളാവുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. രണ്ടാമത്തേത്, നിങ്ങൾ പഠിച്ചു, നിങ്ങളുടെ സ്റ്റേ ബാക്ക് കഴിഞ്ഞു, അതിനുശേഷം ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു വന്നിട്ട് 5 വർഷത്തെ മൾട്ടി എൻട്രി വിസയിൽ തിരിച്ച് ഫ്രാൻസിലേക്ക് പോകാനായിട്ട് അവർ അനുവദിക്കുന്നുണ്ട്. ഇനി AACSB, AMBA, ICWIS ഈ അംഗീകാരങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അംഗീകാരങ്ങൾ 3 ഉണ്ടെങ്കിൽ അതിന് ട്രിപ്പിൾ ക്രൗൺ അക്രഡിറ്റേഷൻ എന്ന് പറയും. ഈ ഒരു ട്രിപ്പിൾ ക്രൗൺ അക്രഡിറ്റേഷൻ ഉള്ള നിരവധി കോളേജുകൾ ഫ്രാൻസിലുണ്ട്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കോളേജുകൾ ഉള്ളത് ഫ്രാൻസിലാണ്. പിന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ കാനഡയിൽ പോലും. സോ നിങ്ങൾ ഫ്രാൻസിൽ പഠിക്കാൻ പോകുമ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് അറിയുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ വേണമെങ്കിൽ ജോലിക്ക് നോക്കാനും അതേപോലെ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനൊക്കെ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഫ്രാൻസിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, എങ്ങനെയാണ് അതിന് അഡ്മിഷൻ എടുക്കേണ്ടത്, ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോയിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫ്രാൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രാൻസിൻ്റെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആയിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റും.